കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവസരം കിട്ടുമ്പോഴൊക്കെ നിന്നെ ഉപദ്രവിച്ചൊരു സ്ത്രീ, പലതവണ കൊല്ലാൻ ശ്രമിച്ചൊരു സ്ത്രീ. ആ സ്ത്രീ പെട്ടെന്നൊരു ദിവസം വന്ന്, മോനെ നീ എൻ്റെ ജീവനാടാന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കൂ? നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? അതില്ല. പക്ഷേ ഇതവളുടെ സ്വന്തം അമ്മയല്ലേ? അത് ഈ സ്വന്തം അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ തുളസിക്ക് ലഭിച്ചിട്ടുണ്ടോ? എടാ, പിന്നെ എങ്ങനെയാ തുളസി ദുർഗയെ അമ്മയായിട്ട് കണക്കാക്കുക? അത് അമ്മയുടെ കുറ്റമല്ലല്ലോ അച്ഛാ. തുളസി സ്വന്തം മകളാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ തുളസിയെ ദുർഗ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല. അത് ശരി, സ്നേഹിക്കില്ല. എടാ, ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നു പ്രഖ്യാപിച്ചവളാ ദുർഗ. ദുർഗയുടെ മുമ്പിൽ നമുക്ക് ഇത്രയും കാലം നാടകം കളിക്കേണ്ടി വന്നതും അതുകൊണ്ടാ. അത് നിനക്കറിയില്ലേ? പക്ഷെ അച്ഛാ, ഞാനല്ല, തുളസിയാണ് അമ്മയുടെ സ്വന്തം കുഞ്ഞെന്നറിഞ്ഞിട്ടും നമ്മൾ ഭയപ്പെട്ട പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ആ സത്യം അമ്മ ഉൾക്കൊള്ളുകയല്ലേ ചെയ്തത്, തുളസിയെ സ്നേഹിക്കുകയല്ലേ ചെയ്തത്. അതിന്റെ കാരണം നീ മനസ്സിലാക്കണം. തുടരെ തുടരെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നില്ലേ ദുർഗയ്ക്ക്? എടാ, ഞാൻ പോലും അവളെ വേദനിപ്പിച്ചില്ലേ? ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ ഉണ്ടാവുമ്പോ ആരായാലും ഒന്ന് പതറിപ്പോവും. ആ സമയത്താ തുളസി സ്വന്തം മോളാണെന്നുള്ള സത്യം ദുർഗ മനസ്സിലാക്കുന്നത്. അതും അമ്പലമുറ്റത്ത് വെച്ച്. ദൈവം മനസ്സിലാക്കി തന്ന സത്യമെന്ന് അവൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും തുളസിയെ തള്ളി പറയാൻ ദുർഗയുടെ മനസ്സ് അനുവദിച്ചില്ല. എത്രയായാലും സ്വന്തം മകളല്ലേ, സ്നേഹിക്കാൻ മനസ്സ് വെമ്പുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. അച്ഛാ, അമ്മ തുളസിയോട് കാണിക്കുന്ന സ്നേഹത്തില് ഒരു തരി പോലും കള്ളമില്ല. അത് തുളസിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അമ്മയുടെ സ്നേഹം അവൾ ഉൾക്കൊള്ളണം. അമ്മയെ അവൾ തിരിച്ച് സ്നേഹിക്കുകയും വേണം. അതിനെന്താണൊരു വഴിയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷേ അച്ഛാ, അവർ തമ്മിലുള്ള അകൽച്ച ഇല്ലാതാവണം. അതിന് അച്ഛൻ തന്നെ ഒരു വഴി കണ്ടുപിടിക്കണം. നമുക്ക് ശ്രമിക്കാം. ദുർഗ എവിടെയെങ്കിലും സങ്കടപ്പെട്ടിരിപ്പുണ്ടാവും. ഞാനേ അവളൊന്ന് സമാധാനിപ്പിക്കട്ടെ കേട്ടോ. ദുർഗ, ദുർഗ, ഇവിടുത്തെ എവിടെ പോയി ഇരിക്കുക? ദുർഗ, ദുർഗ, എന്താ ഈ കാണിക്കുന്നത്? അന്നങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഞാൻ എന്നെ സ്വയം ശിക്ഷിച്ചാലെങ്കിലും ദൈവങ്ങൾ എന്നോടൽപ്പം ദയ കാണിച്ചാലോ? സ്വന്തം മകൾക്ക് ശത്രുവായി എനിക്കിനി ജീവിക്കാൻ വയ്യ പ്രസാദ്. നിന്റെ അമ്മ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? കർപ്പൂരം കൈവെള്ളയിൽ വെച്ചാൽ കത്തിച്ചു. ദൈവങ്ങളുടെ ദയക്ക് വേണ്ടിയാണത്ര. നന്നായി പൊള്ളിയിട്ടുണ്ട്. എന്ത് മണ്ടത്തരമ്മയെ കാണിച്ചു വെച്ചിരിക്കുന്ന? ഉള്ളം കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിച്ച ദൈവങ്ങൾ പ്രസാദിക്കുന്നാണ് അമ്മ കരുതിയിരിക്കുന്നത്. ഇത്ര കഷ്ടപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് എന്തിട്ടാണ്? എന്റെ മോളുടെ സ്നേഹം, അല്ലെങ്കിൽ അവളിൽ നിന്ന് അല്പം ദയ, അതാ ഈ അമ്മയ്ക്ക് വേണ്ടത്. എന്റെ മോൾക്ക് ഈ ലോകത്ത് ശത്രുവായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഞാന്. അവൾ എന്നെ തല്ലിയിരുന്നെങ്കിൽ ഈ അമ്മ അത് സഹിക്കുമായിരുന്നു. പക്ഷെ അവളുടെ വാക്കുകളുടെ മൂർച്ച എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. താനിങ്ങനെ സ്വയം വേദനിപ്പിച്ച അത് കണ്ട് ദയ തോന്നി അവള് തന്നോട് അടുപ്പം കാണിക്കുന്നാണോ തനിക്ക് തോന്നുന്നത്? അവള് പറഞ്ഞു തീർത്തത് അവളുടെ മനസ്സിലെ വേദനകളാ. അത്രയേറെ മുറിവുകൾ താൻ അവളുടെ മനസ്സിലുണ്ടാക്കിയിട്ടില്ലേ? തനിക്കത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ബുദ്ധിമോശം കൊണ്ട് ഞാൻ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട്.
അപ്പച്ചി എന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് കൊണ്ട് പറ്റിപ്പോയ തെറ്റുകൾ അതൊക്കെ. ചെയ്തു കൂട്ടിയതൊന്നും തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് കഴിയും. ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന പ്രായശ്ചിത്തമായത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ എനിക്കൊന്ന് പറഞ്ഞതാ. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കും. മാലാഖമാരുടെ മനസ്സുമായിട്ടൊന്നുമല്ല ഇവിടെ മനുഷ്യന്മാർ ജനിക്കുന്നത്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ നിനക്ക്? പറയാൻ കഴിയില്ല. നീയും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. തെറ്റ് തിരിച്ചറിഞ്ഞ് ക്ഷമ പറയണം. അതാണ് നല്ല മനുഷ്യന്റെ ലക്ഷണം. മനസ്സ് നിറയെ കുറ്റബോധം ഉള്ളതുകൊണ്ടല്ലേ അമ്മ നിന്നോട് ക്ഷമ പറഞ്ഞത്. കാല് പിടിക്കുന്ന പോലെ നിന്നോട് പറഞ്ഞില്ലേ എല്ലാം മറക്കണമെന്ന്. പക്ഷേ നീ അല്പം പോലും ദയ കാണിച്ചില്ല. ദയ കാണിക്കാനോ? ആ സ്ത്രീയോട് ദയ കാണിക്കാനോ? ആ സ്ത്രീ ദയ അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തുളസി, എന്നെ ഉപദേശിക്കുന്നതിന് മുമ്പേ ആ സ്ത്രീ എന്നോട് ചെയ്തതൊക്കെ നീ ഒന്ന് ഓർത്തു നോക്ക്. ഒരു മകളോട് അമ്മ പെരുമാറുന്നത് പോലെയാണോ അവരെന്നോട് പെരുമാറിയത്? ശരിയാണ്, ഞാൻ സ്വന്തം മകളാണെന്ന് അന്ന് അവർക്ക് അറിയില്ലായിരുന്നു. മരുമകൾ മാത്രമായിരുന്നു ഞാൻ. ഒരു മരുമകളോട് പെരുമാറുന്ന പോലെയാണോ ആ സ്ത്രീ എന്നോട് പെരുമാറിയത്? ഒരു മനുഷ്യജീവി എന്ന പരിഗണനയെങ്കിലും അവരെനിക്ക് തന്നിരുന്നോ? നീ പറയ. തുളസി, അത് കഴിഞ്ഞതൊക്കെ നിനക്ക് മറക്കാൻ കഴിഞ്ഞു. അത് ആ സ്ത്രീയുടെ മിടുക്ക. ആരെ വേണമെങ്കിലും എളുപ്പത്തിൽ പാട്ടിലാക്കും. അതിന് കരഞ്ഞു കാണിക്കും, സ്നേഹം അഭിനയിക്കും, എന്തും ചെയ്യും. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാ. കരഞ്ഞു കാണിച്ച് അവര് നിന്നെയും അച്ഛനെയും പാട്ടിലാക്കി. അതോടെ നിങ്ങളുടെ കണ്ണിൽ ഞാൻ ദുഷ്ടയായി. നിങ്ങളെ പോലെ അവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം അനുഭവിച്ചത് മുഴുവൻ ഞാനാ, വേദനിച്ചത് മുഴുവൻ എനിക്കാ. എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട് തുളസി. പക്ഷേ ആത്മാർത്ഥമായി ക്ഷമ പറയുന്നവരോട് വീണ്ടും പകയോടെ പെരുമാറുന്നത് തെറ്റ് തന്നെയാണെന്ന് എന്റെ പോളിസി. അവര് ക്ഷമ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നാണോ നീ വിശ്വസിച്ചിരിക്കുന്നത്? എങ്കിൽ നിനക്ക് തെറ്റി. അതെ, ആ സ്ത്രീയുടെ വെറും അഭിനയം. അമ്മ അമ്മയെ തന്നെ സ്വയം വേദനിപ്പിക്കുക. ഉള്ളം കയ്യിൽ കർപ്പൂരം കത്തിച്ച് സകല ദൈവങ്ങളോട് മാപ്പ് പറയുന്ന അമ്മയെ കണ്ടിട്ട് അത് അഭിനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല തുളസി. നീ എന്താ പറഞ്ഞേ? നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. സ്വയം വേദനിപ്പിച്ചുകൊണ്ട് അമ്മ നിന്നോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യുന്ന കുറ്റബോധം കൊണ്ട് നേറുകയാ മനസ്സ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ മുഖത്ത് നോക്കി ഇത് മുഴുവൻ അഭിനയാണെന്ന് പറഞ്ഞ ദൈവം നമ്മളോട് ക്ഷമിക്കില്ല തുളസി. നിനക്ക് ജന്മം നൽകിയ നിന്റെ സ്വന്തം അമ്മയല്ലേ? ഇനിയെങ്കിലും നീ അമ്മയോട് ക്ഷമിക്കണം തുളസി. അമ്മയുടെ അടുത്തേക്ക് നീ ഒന്ന് ചെല്ല. അമ്മയെന്ന് സ്നേഹത്തോടൊന്ന് വിളിക്ക്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം, മറ്റുള്ളവരെ പാട്ടിലാക്കാൻ ആ സ്ത്രീ എന്തും ചെയ്യും. ഉള്ളം കയ്യിലല്ല, വേണമെങ്കിൽ തലയിൽ വരെ കർപ്പൂരം കത്തിച്ചെന്നിരിക്കും. അത് കണ്ട് നിന്നെ പോലുള്ളവർ അവരുടെ ചതിയിൽ വീണുപോകും. പക്ഷേ എന്നെ പാട്ടിലാക്കാൻ അതൊന്നും പോരാ. പോയി പറഞ്ഞേക്ക് ആ സ്ത്രീയോട്. ഇത്രയും നേരം ഞാൻ നിന്നോട് മയത്തി സംസാരിച്ചതേ നീ പറയുന്നതിൽ ഒരു അല്പം ശരിയുള്ളതുകൊണ്ടാ. എന്നുവെച്ചിട്ടേ നിന്റെ എല്ലാ പിടിവാശി അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. നീ അമ്മയുടെ അടുത്തേക്ക് വരികയും ചെയ്യും, അമ്മയെന്നെ സ്നേഹത്തോടെ വിളിക്കുകയും ചെയ്യും. വായിങ്ങോട്ട്. ആദി, കൈ വിട്. ആദി, എന്തേ കാണിക്കുന്നേ? കൈന്ന് വിടാൻ. നിന്നോട് ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞു. ആദി, നീറുന്നുണ്ടല്ലേ?
താനായിട്ട് തന്നെ വരുത്തി വെച്ചല്ലേ. ഇങ്ങനെ സ്വയം ശിക്ഷിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ എന്നെ ശിക്ഷിച്ചതൊന്നുമല്ല പ്രസാദേട്ടാ. ഈ കർപ്പൂരം പോലെ എന്റെ ഉള്ളു നേറുകയാണെന്ന് ദൈവങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. തുളസിയുടെ മനസ്സ് മാറ്റാൻ ദൈവങ്ങൾക്ക് മാത്രമല്ലേ കഴിയൂ. തന്റെ മനസ്സുരുകുന്നത് ദൈവങ്ങൾ കാണുന്നുണ്ടാവും. താൻ പറഞ്ഞ പോലെ തുളസിയുടെ മനസ്സ് ദൈവങ്ങൾ നേരെയാക്കി തരും. അവൾ എന്നെ ആത്മാർത്ഥമായിട്ട് അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം. എന്നിട്ട് ആ നിമിഷം ദൈവങ്ങൾ എന്റെ ജീവൻ എടുത്താലും എനിക്ക് സന്തോഷം. മരിക്കുന്നതിനെ കുറിച്ചൊന്നും പറയണ്ട. നമുക്ക് നമ്മുടെ മോളുടെ കൂടെ ജീവിക്കണം ഒരുപാട് കാലം. അവളും ആദ്യം നമ്മുടെ പേരക്കുട്ടികളും അടക്കം. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാവോ പ്രസാദേട്ടാ? വായിങ്ങോട്ട് ആദ്യം പതുക്കെ നോക്ക്. കൈ മുഴുവൻ പൊള്ളിയിരിക്കുക. എന്ത് മാത്രം നീർന്നുണ്ടാവുന്ന നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ശരീരം വേദനിപ്പിച്ചോണ്ട് ബുദ്ധിയുള്ള ആരെങ്കിലും അഭിനയിക്കോ? എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല മോളെ. സ്നേഹമായാലും ദേഷ്യമായാലും സങ്കടമായാലും എന്റെ മനസ്സിലുള്ളത് മുഖത്ത് തെളിയും. അത് മറച്ചു പിടിക്കാനുള്ള വിദ്യയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അന്നെന്റെ മനസ്സ് നിറയെ നിന്നോടുള്ള പകയും വൈരാഗ്യവും ആയിരുന്നു. അതാ അന്ന് ഞാൻ പ്രകടിപ്പിച്ചത്. ഇപ്പൊ എന്റെ മനസ്സ് നിറയെ എന്റെ മോളോടുള്ള സ്നേഹം. അതാ ഞാൻ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ആ സ്നേഹം മോൾക്ക് വേണ്ട. ഞാൻ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ തന്നെയായത്. അമ്മയുടെ മനസ്സിലെ സ്നേഹം തുളസി ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. കണ്ടില്ലേ മുഖത്തെ വിഷമം. ഇവളുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി അമ്മ സ്വയം വേദനിപ്പിച്ചു എന്നുള്ള വിഷമം ഇവൾക്ക്. സാരമില്ല, ഇതോടെ എല്ലാ കഷ്ടകാലവും കഴിഞ്ഞു. ഇനി ആർക്കും ആരോടും വൈരാഗ്യമില്ല, ആരുടെ മനസ്സിലും പകയുമില്ല. അല്ലേ തുളസി? മോളെ, അമ്മയ്ക്ക് മരുന്ന് പുരട്ടി കൊടുക്കും. അമ്മയുടെ കൈവെള്ളയിലെ നീറ്റിലെ അച്ഛനും ആദ്യം കാണുന്നുള്ളൂ. എന്റെ ഉള്ളിലെ നീറ്റിൽ ആരും കാണുന്നില്ല. മോളെ, മകളുടെയും മരുമകന്റെയും പേരക്കുട്ടിയുടെയും കൂടെ കുറെ കാലം ജീവിക്കണമെന്ന മോഹം പറയായിരുന്നു ഞാൻ വന്നപ്പോ ഈ സ്ത്രീ. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ അങ്ങനെ പറയാൻ ഈ സ്ത്രീക്ക് കഴിഞ്ഞത്? ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നതേ എന്റെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രോ? എത്ര തവണ നിങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതോ ഞാൻ എണ്ണി എണ്ണി പറയണോ? മോളെ, ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ അച്ഛനോട് ചോദിച്ച ചോദ്യത്തിനെ ഞാൻ ഉത്തരം പറയാം. മകളുടെയും പേരക്കുട്ടിയുടെയും കൂടെ ദീർഘകാലം ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവില്ല. ദീർഘകാലം പോയിട്ടെ ഒരു ദിവസം പോലും അങ്ങനെ ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവില്ല. കാരണം എന്റെ മരണം വരെ നിങ്ങളെ അമ്മയായിട്ട് ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങളെ ആ കയ്യിലേക്ക് ഞാൻ വെച്ച് തരുത്തുമില്ല. ഈശ്വര, എന്റെ മോളുടെ മനസ്സ് മാറ്റാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? മോളെ, ഞാൻ ആരുടെയും പക്ഷെ ചേരുന്നില്ല. നീ എന്റെ മോളാ. എന്റെ മോള് ജന്മം കൊണ്ടത് ഈ ദുർഗയുടെ വയറ്റിലാണ്. എനിക്ക് എന്റെ ഭാര്യയുടെയും മകളുടെയും കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. അതെന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? മോള് തന്നെ പറ.
അച്ഛാ, ഞാനെന്നും നിന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. നിന്റെ ഒരാഗ്രഹവും ഞാൻ സാധിച്ചു തരാതിരുന്നിട്ടില്ല. അതുപോലെ ഈ അച്ഛൻ്റെ ആഗ്രഹവും നീ സാധിച്ചു തരണ്ടേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛന്റെ മുഖത്ത് നോക്കി ഒട്ടും കലർപ്പില്ലാതെ അച്ഛാന്ന് വിളിക്കാൻ എനിക്ക് കഴിയും. കാരണം അച്ഛന്റെ സ്നേഹം ആവോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ എനിക്ക് തന്നിട്ടുമുണ്ട്. പക്ഷെ അമ്മയെന്ന് പറഞ്ഞ സ്നേഹമോ, അതെനിക്ക് ഇവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അമ്മയെന്ന് പറഞ്ഞ സംരക്ഷണോ, അതും എനിക്ക് ഇവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അച്ഛാ. ഇവരെ അമ്മയെന്ന് വിളിക്കാൻ ഈ ജന്മം എന്റെ നാവ് വഴങ്ങില്ല. തുളസി, തുളസി, അയ്യോ മോളെ, തൊട്ടുപോരുതന്നെ. തുളസി, മോളെ, അതി വാ, നീ വാ. അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർ നിന്നോട് പറഞ്ഞതല്ലേ? അമ്മയോട് കലി തുള്ളുമ്പോൾ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നീ മറന്നുപോയി. അതൊക്കെ പോട്ടെ, നീ ഒരു കാര്യം ചെയ്യും, റെഡിയാവും, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാം. ഇല്ല ഡോക്ടർ, വൈകില്ല. ഞങ്ങൾ ഉടനെ ഇവിടുന്ന് ഇറങ്ങും. ആ, ഞാൻ ഡോക്ടറോട് സംസാരിച്ചേ. അടിവയറ്റിലെ വേദന സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേ. തുളസിയെ പെട്ടെന്ന് അവിടെ എത്തിക്കണമെന്ന്. അമ്മ പറഞ്ഞു കേട്ടില്ലേ, വൈകാൻ പാടില്ല, വേഗം റെഡിയാവും. ഇനിയിപ്പോ റെഡിയാവാനൊന്നും നിൽക്കണ്ട, ഇത് തന്നെ മതി. വാ മോളെ. ഞാൻ എങ്ങോട്ടുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ തുളസി? ഹോസ്പിറ്റലിൽ പോകാതെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോ? എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട. തുളസി, നിന്റെ എല്ലാ പിടിവാശിയും ഞാൻ വകവെച്ച് തരുമെന്ന് നീ വിചാരിക്കണ്ട. ദുർഗയ്ക്ക് നിന്റെ മുമ്പിൽ കെഞ്ചാൻ മാത്രമല്ല, നിന്നെ വരച്ചവരെ നിർത്താനും അറിയാം. പ്രസാദേട്ടൻ വണ്ടി ഇറക്കിയിട്ടുണ്ട്, ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കണ്ടില്ലേടാ, എത്ര പെട്ടെന്നാ ഈ സ്ത്രീയുടെ മട്ടും ഭാവമൊക്കെ മാറിയത്. ഇതാണ് ഇവരുടെ ശരിയായ സ്വഭാവം. തുളസി, ഈ സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരില്ല. ഈ സ്ത്രീ ഏർപ്പാടാക്കിയ ഡോക്ടറെ എനിക്ക് കാണാൻ വേണ്ട. അത് ശരി, നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ? വൈകാൻ പാടില്ല എന്നറിയില്ലേ? തുളസിക്ക് ഹോസ്പിറ്റലിൽ പോണ്ടാന്ന്. ഹോസ്പിറ്റലിൽ പോകുന്നവന്നെ ഹോസ്പിറ്റലിൽ പോണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവര് കൂടെ ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവര് വിളിച്ചു പറഞ്ഞ ഡോക്ടറെ എനിക്ക് കാണുകയും വേണ്ട. നിന്റെ അമ്മ കൂടെ വന്നാൽ എന്താ കുഴപ്പം? ഈ അവസ്ഥയിൽ സ്ത്രീകൾ ആരെങ്കിലും കൂടെ വേണം മോളെ. പ്രിയ വീട്ടിൽ പോയിരിക്കല്ലേ, കൂടെ വരാൻ ഇപ്പൊ ദുർഗ മാത്രമല്ലേ ഉള്ളൂ. എന്നെ നിർബന്ധിക്കേണ്ട അച്ഛാ, ഞാൻ വരില്ല. അമ്മ കൂടെ വന്നാൽ എന്താ പ്രശ്നം? അത് നീ പറ. നീ ചോദിച്ച കേട്ടില്ലേ? ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറയും. അതുകൊണ്ട് എന്റെ വയറ്റിലുള്ളത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷെടാ, അത് ഡോക്ടർക്ക് മനസ്സിലായാൽ എന്താ കുഴപ്പം?
പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞാണെങ്കിൽ ഒന്ന് തെളിച്ചു പറ. പെൺകുഞ്ഞാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോ അതെന്റെ വയറ്റിലുണ്ടാവില്ല. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന പോലെ പറയും. പറയാം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ തുറന്നു പറയാം. ഡോക്ടർ ഈ സ്ത്രീയുടെ പരിചയക്കാരിയല്ലേ? ഡോക്ടറെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ഈ സ്ത്രീ. എന്റെ വയറ്റിലുള്ളത് പെൺകുഞ്ഞാണെങ്കിൽ കൊന്നുകളയാൻ. ഈ കുട്ടി എന്തൊക്കെയായി പറയുന്നത്? പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലല്ലോ നിങ്ങൾക്ക്. സ്വന്തം കുഞ്ഞ് പെണ്ണാണെങ്കിൽ ചത്തുകളെയും തീരുമാനിച്ചവരല്ലേ നിങ്ങള്? ആ നിങ്ങളെ എന്റെ വയറ്റിൽ വളരുന്ന പെൺകുഞ്ഞിനെ കൊല്ലാൻ മടിക്കോ? ആ ഡോക്ടറെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഇല്ലാന്ന്. മോളെ, നീ കുറെ കടന്നു ചിന്തിക്കുന്നുണ്ട്. ഇത്രത്തോളൊന്നും വേണ്ട മോളെ. ഒരു അനുഭവം ഉള്ളതല്ലേ ചാ? അതുകൊണ്ട് ഞാൻ കടന്നു ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? ശരിയാ, ഞാൻ രാക്ഷസിയാ. പെൺകുഞ്ഞുങ്ങളെല്ലാം കടിച്ചു കയറി കൊല്ലാൻ നടക്കുന്ന രാക്ഷസി. എന്നെ ജയിലിൽ പിടിച്ചിടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ നിങ്ങളുടെ നിയമത്തില്? വെറുതെ ജയിലിലിട്ടാ പോരാ, തൂക്കിക്കൊല്ലണം. പിന്നെ ഇതൊന്നും കാണാൻ കേൾക്കാൻ വേണ്ടല്ലോ.